ആലപ്പുഴയിൽ നാമജപത്തിനെ ചൊല്ലി ക്ഷേത്രത്തിൽ തർക്കം. നാമജപത്തിനെത്തിയ സ്ത്രീകളെ ക്ഷേത്ര ഉപദേശക സമിതി അശ്ലീലം പറഞ്ഞ് ഇറക്കി വിട്ടുവെന്നാണ് പരാതി. നിലവിളക്കെടുത്ത് എറിയുകയും മൊബൈൽ ഫോൺ തകർക്കുകയും ചെയ്തെന്നും ആരോപണമുണ്ട്. ആലപ്പുഴ കാർത്തികപ്പള്ളി വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് തർക്കമുണ്ടായത്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് നാമജപമെന്ന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പരാതിയിൽ പറയുന്നു. വെള്ളിയാഴ്ച ഞങ്ങളവിടെ സഹസ്രനാമം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പുറകെ കൂടെ വന്നിട്ട് ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങളുടെ വിളക്കെടുത്ത് എറിയാനും അതുപോലെ തന്നെ വിളക്കെടുത്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചൊരൊറ്റ ഏറും കൊടുത്തു. ഈ ഉപദേശക സമിതി മൊത്തം ആൾക്കാരും കൂടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ ഇനി മേലാൽ അവരിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങളെ കൊണ്ട് അമ്പലത്തിൽ ഞങ്ങളെ ജയിപ്പിക്കത്തില്ല എന്നാണ് അവരെല്ലാവരും കൂടെ ഒറ്റ സ്വരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഞങ്ങളോട്. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യത്തില്ല. ഞങ്ങളോട് കരഞ്ഞോണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. 5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ജപിക്കാതിരുന്നത്. 5 വർഷം കൊണ്ട് ഞങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഹൃദയത്തിലാണ് വലിയകുളങ്ങര ദേവി ഇരിക്കുന്നത്. മനീഷ് മൈവാലുണ്ട്. മനീഷ, സ്ത്രീകളുടെ വാക്കുകൾ കേട്ടു. നാമജപത്തിന് എത്തി, പക്ഷേ ക്ഷേത്രത്തിൽ തർക്കമുണ്ടായി, തങ്ങളെ ഇറക്കി വിട്ടു, മൃഗീയമായി തന്നെ പെരുമാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഒരു വിശദീകരണം എന്താണ്? ശരിക്കും എന്താണ് സംഭവിച്ചത് മനീഷ്? മനീഷ്, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ആലപ്പുഴയിൽ നടന്നൊരു സംഭവമാണ്. നാമജപത്തിനെ ചൊല്ലി ഒരു വലിയ തർക്കം ക്ഷേത്രത്തിൽ ഉണ്ടാവുകയാണ്. നാമജപത്തിനെത്തിയ സ്ത്രീകളെ ക്ഷേത്ര ഉപദേശക സമിതി അശ്ലീലം പറഞ്ഞു ഇറക്കി വിട്ടു, ഇറക്കി വിട്ടു. ഉപദേശക സമിതിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചെത്തി തങ്ങളോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ആ സ്ത്രീകൾ പറയുന്നത്. നിലവിളക്ക് പോലും എടുത്തെറിഞ്ഞു അവർ. മൊബൈൽ ഫോണൊക്കെ തകർത്തു, അത് പിടിച്ചു വാങ്ങി, വളരെ മോശമായിട്ട് സംസാരിച്ചു, പെരുമാറി എന്നുള്ള ആരോപണമൊക്കെയാണ് ഉയർന്നത്. ആലപ്പുഴ കാർത്തികപ്പള്ളി വലിയ കുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ ഒരു തർക്കം ഉണ്ടായിട്ടുള്ളത്. മനീഷ് തുടരുകയാണ് നമുക്ക്. അപ്പോൾ മനീഷ്, അപ്പോൾ ആ സ്ത്രീകൾ പറയുന്നത് കേട്ടു. ഉപദേശക സമിതിയുടെ ഒരു വിശദീകരണം എന്താണ്? ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ സ്ത്രീകളുടെ പരാതി ഇങ്ങനെയാണ്. കഴിഞ്ഞ 5 വർഷമായി ലളിതാ സഹസ്രനാമം ഈ ക്ഷേത്ര നടയിൽ വെള്ളിയാഴ്ച തോറും അവിടെ നിന്ന് ജപിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴാണ് ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷിന് നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി സ്ത്രീകളോട് ഇറങ്ങിപ്പോകാത്ത ഘട്ടത്തിലാണ് ഇവരോട് അവിടെ നിന്നും ഇവരുടെ നിലവിളക്കെടുത്തെറിയും ഒക്കെ തന്നെ വസുന്ധര, അജിത, സജിത ഇവരുടെ ഒരാളുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരെ അശ്ലീലം പറഞ്ഞ് ഇറക്കി വിട്ടു എന്നാണ് ഇവരുടെ പരാതി. തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ക്ഷേത്ര ഉപദേശക സമിതിയുടെ വിശദീകരണം ഇങ്ങനെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. അവിടെ ഇവർ അനധികൃതമായാണ് കയറിയത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ ബൈലോ അനുസരിച്ച് ക്ഷേത്ര നടയിൽ ഇരുന്ന് നാമം ജപിക്കാൻ പാടില്ല, സ്റ്റേജിലോ മറ്റോ ഇരുന്ന് നാമം ജപിക്കണം എന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞതാണ്. പക്ഷേ ഇവരത് അനുസരിക്കുന്നില്ല. അങ്ങനെ ഇത് അനുസരിക്കാത്ത ഘട്ടത്തിൽ ഇവരെ അവിടെ നിന്ന് മാറാനായി പറഞ്ഞു. പക്ഷേ അശ്ലീലം പറഞ്ഞിട്ടില്ല, മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ സ്ത്രീകൾ പറയുന്നത് CCTV പരിശോധിക്കണം, പോലീസ് കേസെടുക്കണമെന്ന് പറയുന്നുണ്ട്. തൃക്കുന്നപ്പുഴ പോലീസിൽ സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്നും മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു എന്നും അശ്ലീലം പറഞ്ഞു എന്ന രീതിയിൽ തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയും ഈ സ്ത്രീകൾ 3 പേർ അവിടെ അനധികൃതമായി എത്തിയതാണ്, നാമജപിക്കാൻ എത്തിയതാണെന്ന് തൃക്കുന്നപ്പുഴ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. തന്നെ ഭക്തജനങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയുമായിട്ടുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് പോലീസ് വിശദമായി അന്വേഷിച്ച ശേഷം മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് തൃക്കുന്നപ്പുഴ SHO അറിയിച്ചത്. ശരി മനീഷ്, അപ്പോൾ ഇരുപക്ഷവും അവരുടെ വാദങ്ങൾ പറയുന്നു. പോലീസിന് ഇരുകൂട്ടരും പരാതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പുറത്തു കൊണ്ടുവരട്ടെ.